മക്കളെ, നാടാളുടെ ഫാക്ടറിയിലും തോട്ടങ്ങളിലും പണിയെടുത്ത് കൂലി മേടിച്ച് നക്കിയിട്ട് പണിക്കിറക്കി ജയ് വലിച്ച് കിടക്കുന്ന പട്ടികളെ. ആർക്കാടാ ചൊക്കളി പെണ്ണെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തേണ്ടത്? ആരാണ് അവൾ വോട്ട് പിടിക്കാൻ നടക്കുന്നത്? വോട്ട് പിടിച്ചാൽ നീയൊക്കെ എന്ത് ചെയ്യണ? പറയടാ, നീയൊക്കെ എന്ത് ചെയ്യും? ഓ, പണിക്കരുടെ വളർത്തുപട്ടി. അതേടാ, പട്ടി തന്നെ, കടിക്കുന്ന പട്ടി. പണിക്കർ സാർ ഞങ്ങളുടെ ദൈവമാ. നിന്റെയൊക്കെ കൂലി മേടിച്ചിട്ടുണ്ടെങ്കിലേ അത് ഞങ്ങളെ ചോര ഒഴുക്കിട്ടാടാ. ഈ പ്രാവശ്യം പണവും ചാരായം കൊടുത്ത് വോട്ട് ചോദിക്കാൻ വന്നാ ഇറങ്ങി വരടാ. എന്നിട്ട് ചങ്കൂറ്റത്തോടെ പറയുന്നത് പാർവതി പണിക്കർക്ക് തന്നെയാ വോട്ടെന്ന്. ഇനിമേ സാരി പണം സാരായ ഏതാച്ചും ഇങ്ങ കൊണ്ടുവന്നീங்கன்னா കാലം മുറിച്ചു വിടുവേ. ജാഗ്രത പോകടാ. നമ്മ വോട്ട് പാർവതി, നമ്മ വോട്ട് നമ്മ വോട്ട് പണിക്കർ സാർ, പണിക്കർ സാർ, നമ്മ വോട്ട് നമ്മ വോട്ട്. എന്താ കൈ വിറയ്ക്കുന്നുണ്ടോ? നാളെ നാട് ഭരിക്കേണ്ട കൈകളല്ലേ? മുത്തച്ഛനും പിന്നെ എല്ലാരും കൂടി നിർബന്ധിച്ചതുകൊണ്ടാ ഞാനിതിനൊക്കെ. ധൈര്യമായിട്ടിരിക്കെ. പണിക്കരി സാറിന്റെ കൊച്ചുമോളല്ലേ? ബി ബോൾഡ്. എക്സ്ക്യൂസ് മീ സർ, പാർവതി പണിക്കർ മത്സരിക്കുന്നതിനെ കുറിച്ച് എന്താ സാറിന്റെ അഭിപ്രായം? കെട്ടിക്കേണ്ട പ്രായത്തിൽ കെട്ടിച്ചയച്ചില്ല ഇങ്ങനെ ചില ദുർബുദ്ധിയൊക്കെ തോന്നും. തന്നെ കൂടെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. அவர் அப்படித்தாம ஜோக் அடிப்பாரு. சீக்கே இவங்க தான் உங்க எதிராளி. അത് ശരി. വയസ്സുകാലത്ത് പണിക്കർ സാറിന് തോന്നിയ ബുദ്ധി കൊള്ളാം. വല്ല ആടോ മാടോ നൂൽനൂൽപ്പോ ഒക്കെ ആയിട്ട് ഇരുന്നാ പോരെ. ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ വേറെ ആണുങ്ങളുണ്ടല്ലോ. മേഡം, രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ എന്തെങ്കിലും പ്രചോദനം? അതിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. പിന്നെ മത്സരിക്കുന്നതോ? മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെ. ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിച്ച സ്ഥാനാർത്ഥിയോടാ. ഉണ്ട്. മോളെ, ഒരൊറ്റയാളെ വിടാതെ എല്ലാവരും നേരി കാണണം. അറിയാതെ പോലും വാഗ്ദാനങ്ങളൊന്നും കൊടുക്കരുത്. നീയാണ് അണികളുടെ ശക്തി, അത് മറക്കരുത്. ശരി മുത്തച്ഛ. ഓ, നമസ്കാരം. നമസ്കാരം. വന്നെത്താൻ കുറെ പാടുപെട്ടു. എന്നെ മനസ്സിലായോ? പ്രതിപക്ഷ നേതാവിനെ മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റുമോ? വളച്ചു കെട്ടാതെ കാര്യം പറയാമല്ലോ. ആ CK കിട്ടും നാടാർ കിട്ടും അടിക്കാൻ എനിക്ക് കിട്ടിയ ഒരു വടിയായി ഈ തെരഞ്ഞെടുപ്പ്. ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ഞാൻ സാറിന്റെ കൂടെയാ. അത് പറയാലാ ഞാൻ വന്നത്. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വിട്ടുതരിക. നിങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള കളിക്ക് കരുവായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിട്ടുതരാൻ തയ്യാറല്ല. ആദർശമൊക്കെ നല്ലത്. എനിക്ക് സാറിനോട് ഒന്നേ പറയാനുള്ളൂ. കളിക്കാൻ ഇറങ്ങിയാൽ കളിക്കണം. അല്ലാതെ ഈ സ്വതന്ത്രൻ എന്നൊക്കെ പറഞ്ഞിറങ്ങിയാൽ ഒരിടത്ത് നിൽക്കാൻ ഒക്കത്തില്ല. ഏതായാലും ഞങ്ങളുണ്ട്. നാടാരെ, നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല കാര്യങ്ങളുടെ കിടപ്പ്. കണ്ടില്ലേ വാർത്തകള്? ആ പെണ്ണെന്നൊരു ഹീറോയിനായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും കൂട്ടത്തിൽ നമ്മുടെ ഭാഗത്തുനിന്നുള്ള പാര വേറെയും. ശാന്തിഗ്രാമിലെ 30,000 വോട്ടെന്ന് പറഞ്ഞാൽ അത് വളരെ നിർണായകമാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. எனக்கு எதிரா ஓட்டு போட மீனாட்சிபுரத்துல எவனுக்காவது தைரியம் உண்டா? അതൊക്കെ പണ്ട്. എടോ നാടാരെ, ഇന്ന് ജനങ്ങൾക്ക് തന്നേക്കാൾ ബുദ്ധിയുണ്ട്. താൻ പിച്ചച്ചട്ടിയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന റൊട്ടിക്കഷ്ണങ്ങൾ നുണഞ്ഞുകൊണ്ട് തന്നെ അവർ പണിക്കരുടെ തലോടലിൽ നിന്ന് കൊടുക്കും. நீ தோத்தா அது நாடார் தோத்தா மாதிரி. அதுக்கு நான் விட மாட்டேன். അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു തൊലക്കേ.
அப்பாஸ் அமானுல்லா கான் கேள்விப்பட்டிருக்கிறியா? அவன் பேரை கேட்டாலே டெல்லி நடுநடுங்கும். விலைக்கு வாங்குவான். அவன் என் ஆள். ஜெயிக்கிறேன். அவனை வச்சே இந்த ராஜமாணிக்க நாடார் ஜெயிக்கிறேன். कोई हिलने की कोशिश मत करना। सारा माल अब्बास के पास दे दो। जल्दी। नाचो और मस्ती मारो। രാജമാണിക്യം നാടാർ நான் தான். அப்பாஸ் அமானுல்லா கான். வாங்கோ வாங்கோ. அப்பாஸ் அமானுல்லா கான், உங்களை பார்த்ததுல எனக்கு ரொம்ப சந்தோஷம். டேய், இவருக்குன்னு ஏற்பாடு பண்ணிருக்கிற கெஸ்ட் ஹவுஸ்ல இவரை தங்க வைங்கடா. அங்க உங்களுக்கு எல்லா சௌகரியமும் கிடைக்கும். ഈ തോന്നിവാസത്തിന്
മുഖ്യമന്ത്രിയുടെ മൗനാനുവാദം ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം. ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാൻ സാധിക്കില്ല. അന്വേഷിക്കാം. എന്തു പറഞ്ഞാലും ഈ അന്വേഷണം. നോർത്ത് ഇന്ത്യയിലെ ഒരു അധോലോക നായകൻ എക്സൈസ് മന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനർത്ഥം? അയാൾ വന്നത് വേറെ വല്ല കാര്യത്തിനും ആയിക്കൂടെ മിസ്റ്റർ സാനന്ദൻ? വേറൊരു കാര്യത്തിനുമല്ല, ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി തന്നെയാ. ആ നാടാരും CKയും കൂടെ കളിക്കുന്ന തീക്കളിക്ക് നിങ്ങളും കൂടുതൽ കൈയാണോ? ഇത് പ്രശ്നമാവും. ഈ കാര്യം പിടിക്കാവുന്നിടത്തെല്ലാം ഞാൻ പൊക്കി പിടിക്കും. എല്ലാരും കൂടെ എന്റെ നേരെ കുതിര കയറാൻ വന്നാലോ? എന്റെ പൊന്നു സാറേ, ഞാൻ പത്രിക സമർപ്പിക്കാൻ മാത്രമേ എന്റെ മണ്ഡലത്തിൽ പോയിട്ടുള്ളൂ. ഈ അബ്ബാസ് അമ്മാനുള്ളാക്കാൻ ആരാണെന്ന് പോലും എനിക്കറിയാൻ വയ്യ. ഞാൻ UP പോയിട്ടുമില്ല. ഏതോ ഒരു പീറ പത്രക്കാരി എന്തോ എഴുതിയെന്ന് വെച്ച് അങ്ങനെ വെറുതെ എഴുതിയൊന്നുമല്ല. ഇലക്ഷൻ അട്ടിമറിക്കാൻ ബിരുദനായ ഒരുത്ത ഇങ്ങടെ മണ്ഡലത്തിൽ വന്ന് താമസിക്കുമ്പോ ഇങ്ങക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റൂല. നിങ്ങളൊരു മന്ത്രിയാ. ആളുകൾ ചോദിച്ചു തുടങ്ങി എന്ത് സമാധാന പറയാ? സായിബ് വലിയ വർത്താനൊന്നും പറയണ്ട. അനഭിമതരായ 2 പാകിസ്ഥാനികളെ സ്വീകരിച്ചാദരിച്ച് കോഴി ബിരിയാണിയും വെച്ച് തക്കരിച്ച കഥ പണ്ട് സ്കൂപ്പായി പത്രത്തിൽ വന്നല്ലോ. അന്ന് ഒച്ചപ്പാടുണ്ടായപ്പോ എന്ത് കോപ്പുണ്ടാക്കി നിങ്ങളൊക്കെ. ഇന്നെല്ലാരും കൂടെ എന്നെ പുകച്ച് പുറത്ത് കാണിക്കാൻ നോക്കുകയാണല്ലേ. ഞാൻ വേണേ പോയേക്കാം എന്റെ MLA-മാരോടൊപ്പം. പക്ഷെ മന്ത്രിസഭ ഉരുണ്ട് താഴെ വീഴും. അതിന് നിങ്ങളും തയ്യാറായിരിക്കണം. CM എന്ത് പറയുന്നു? ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ജനങ്ങൾ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ജനം കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞിരുന്നു. ചെന്ന് നോക്ക്, വിവരം അറിയും. പോട്ട് CK. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ഇപ്പൊ വലിച്ചെടുക്കുന്നത്? CK, ആ കവിതാ മേനോൻ എന്ന് പറഞ്ഞ പത്രക്കാരിയാ ഇതിന്റെയൊക്കെ പിന്നില്. എക്സ്ക്യൂസ് മീ, മിനിസ്റ്റർ ഒരു അർജന്റ് പ്രസ് കോൺഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയാ? അത് മോളാ. Stop there. ഉത്തരേന്ത്യൻ അണ്ടർവേൾഡ് കിങ് കേരളത്തിൽ ഉത്തരേന്ത്യയിലെ പോളിംഗ് ഓഫീസർമാരുടെയും പോലീസുകാരുടെയും പേടി സ്വപ്നം 1987 അലിഗഡ് ഉപതെരഞ്ഞെടുപ്പിൽ നീലപ്പട എന്ന ഗുണ്ടാ സംഘത്തെ ഒറ്റയ്ക്കടിച്ചു തകർത്ത് ബൂത്ത് പിടുത്തത്തിൽ റെക്കോർഡ് തകർത്ത വൺ മാൻ ആർമി. അണ്ടർവേൾഡിന്റെ മാനസപുത്രൻ അബ്ബാസ് അമാനുള്ള ഖാൻ. കൊള്ളാം, നല്ല ഭാഷ, നന്നായിരിക്കുന്നു. പക്ഷേ അച്ചടിച്ച ഫോട്ടോ തെളിഞ്ഞിട്ടില്ല. ക്യാമറ ലോഡ് ചെയ്തതാണോ? അതെ. ഗുഡ്. ക്ലിക്ക്. ക്ലിക്ക്. പേടിക്കണ്ട, ജസ്റ്റ് ഫോർ മോഡലിംഗ്. കയ്യിൽ തോക്കില്ലെങ്കിൽ പിന്നെ എന്ത് അണ്ടർവേൾഡ്. Now you can go. Just a minute. Be smart. Don't be over smart. At last. എങ്ങോട്ടാ? ഒന്ന് കറങ്ങിട്ട് വരാം. ആരോടും അധികം സംസാരിക്കാനും അടുക്കാനും നിൽക്കണ്ട. സ്ഥലം പുതിയതാ, സംജാ. ഭായി இப்படி இருந்தா எப்படி வேலை செய்ய முடியும்? எங்களுக்கு மஜா வேணாம். ഞാൻ എന്ത് വേണം മണിയമ്മേ? வேலை செய்யும்போது ஒரு பாட்டு பாடுறதில்ல? அந்த மாதிரி அருமையான ஒரு பாட்டு பாடு. അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല. பாடலனா இங்க யாரும் வேலை செய்ய மாட்டாங்க. ஏய், என்ன சொல்றீங்க? பாடணும். இல்லன்னா நான் பாடிடுவேன். പാടിക്കോ. எல்லாரும் என் கூட சேர்ந்து பாடுறீங்களா? நான் பாட போறேன். പാട്.